ഡോക്ടറെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എനിക്ക് ആ സമയത്ത് അതികഠിനമായ വേദന വരും. ഹസ്ബൻഡിന് പോൺ അഡിക്ഷൻ ഉണ്ട്. ഹസ്ബൻഡ് പോൺ അഡിക്റ്റ് ആണ്. പിന്നീട് ഹസ്ബൻഡിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയി, ഉദ്ധാരണക്കുറവായി. ഫോർപ്ലേയിൽ ഇൻവോൾവ് ചെയ്യാതെ സെക്സിന് വരുമ്പോൾ സെക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എ റേപ്പ്. അവർക്കപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നതും സെക്സ് എന്ന് പറയുന്നതും അവർക്കൊരു പേടി സ്വപ്നമാവും. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബജീവിതം ഒരിക്കലും സാധ്യമാവില്ല. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സന്തോഷകരമായി പോവില്ല. 8 വർഷം 10 വർഷത്തോളം ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ മുന്നോട്ട് പോയ കേസുകൾ അറിയാം. കഴിഞ്ഞ സോപ്പിൽ ഒരു കപ്പിൾ വന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 4.5 വർഷത്തോളമായി. പക്ഷെ ഇതുവരെ ഒരിക്കൽ പോലും അവർക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഒരിക്കൽ പോലും കോയിറ്റസിൽ ഏർപ്പെടാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഗൾഫിൽ നിന്നാണ് അവരെന്നെ വിളിക്കുന്നത്, വൈഫാണ് വിളിക്കുന്നത്. ആദ്യം എന്നോട് പറഞ്ഞത്, ഡോക്ടറെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു, എനിക്ക് ആ സമയത്ത് ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദന ആയതുകൊണ്ട് എനിക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ഹസ്ബൻഡ് നിങ്ങൾ ഒരുമിച്ച് വിളിക്കൂ. എങ്ങനെയാണ് ഇവരുടെ സെക്സിന്റെ പ്രോസസ്സ്, ഇവരെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ഈ ബന്ധപ്പെടുന്നതിന്റെ സമയം, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനാണ് ഞാൻ ഹസ്ബൻഡും കൂടെ ഒരുമിച്ചോടൊപ്പം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡും അവരോട് ഒരുമിച്ച് വിളിച്ചു. അപ്പം ഞാൻ അവരോട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ചോദിച്ചു, എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ വൈഫ് ഇതിന്റെ ഇടയ്ക്ക് 4.5 വർഷമായതുകൊണ്ട് വൈഫ് ഇടയ്ക്ക് എക്സാമിനേഷൻ പോയിരുന്നു. എക്സാമിനേഷനൊക്കെ പോയപ്പോൾ വൈഫിനെ പരിശോധിച്ചപ്പോൾ വൈഫിന്റെ സ്കാനിങ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും വൈഫിന് വേദനകളില്ല. ബന്ധപ്പെടുന്ന സമയത്ത് മാത്രമാണ് വൈഫിന് വേദന. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത്? അപ്പം നമുക്ക് ഡീറ്റെയിലി അറിയണമല്ലോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അവരോട് ചോദിച്ചു. അവർ ഫോർപ്ലേയിൽ ഇൻവോൾവ് ചെയ്യാതാണ് അവർ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. ഹസ്ബൻഡിന് പോൺ അഡിക്ഷൻ ഉണ്ട്. ഹസ്ബൻഡ് പോൺ അഡിക്റ്റ് ആണ്. ഹസ്ബൻഡ് പോൺ അഡിക്റ്റ് ആണെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഹസ്ബൻഡിന് വൈഫിന്റെ അടുത്ത് ഫോർപ്ലേ ചെയ്യുമ്പോൾ ഹസ്ബൻഡിന് ഒരു സെൻസേഷനും കിട്ടുന്നില്ല. ഹസ്ബൻഡിന് യാതൊരു രീതിയിലുള്ള എറോസലും വരുന്നില്ല. ഒരു സെക്സിനോട് ഒരു താല്പര്യം വരുന്നില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യും? നേരെ പോൺ കണ്ട് എറക്ഷൻ ഫേസിലാണ് വൈഫിന്റെ അടുത്തോട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെ ബന്ധപ്പെടുമ്പോൾ വൈഫിന് അവിടെ യാതൊരു രീതിയിലുള്ള ലൂബ്രിക്കേഷനും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അതികഠിനമായ വേദന വരും. ഇതായിരുന്നു കേസ്. ഇതിന്റെ സിനാരിയെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. എന്റെ പേര് ഡോക്ടർ ബിജോസ് അബ്രഹാം. ഞാൻ മൗലാന IVF-ൽ കൺസൾട്ടന്റ് IVF സ്പെഷ്യലിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ കേസ് ഒരു ഐ ഓപ്പണറാണ്. ഒരു സിനിമയുണ്ട്, കെട്ടിയോളാണ് എന്റെ മാലാക എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമയിൽ സെക്സിന്റെ മുന്നിലുള്ള ഫോർപ്ലേയുടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഫോർപ്ലേക്ക് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ പലപ്പോഴും ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ഇല്ലെങ്കിൽ നമ്മൾ വൈഫിന്റെ പ്രോബ്ലമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. വൈഫിന് അവിടെ എന്തോ പ്രശ്നമുണ്ട്, വൈഫിന്റെ മസിൽസിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ വൈഫിന്റെ വജൈനൽ ഏരിയയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട്, നമ്മൾ ചിന്തിച്ച് നമ്മൾ ആ രീതിയിലായിരിക്കും ആ കേസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ടേക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ടേക്കിങ്ങിലാണ് മനസ്സിലായത് അവർ ഫോർപ്ലേയിൽ ഇൻവോൾവ് ചെയ്യാറില്ല. ഫോർപ്ലേയിൽ ഇൻവോൾവ് ചെയ്യാതെ സെക്സിന് വരുമ്പോൾ വൈഫിന് അത് ലൂബ്രിക്കേഷൻ കിട്ടാതെ അവർ സെക്സ് ചെയ്യുമ്പോൾ സെക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എ റേപ്പ്. കാരണം അവർക്ക് യാതൊരു രീതിയിലുള്ള ലൂബ്രിക്കേഷനും ഇല്ല. അവർക്കപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നതും സെക്സ് എന്ന് പറയുന്നത് അവർക്കൊരു പേടി സ്വപ്നമാവും. നമ്മൾ ഈ കേസ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ കല്യാണത്തിന് മുന്നേ തൊട്ട് ഹസ്ബൻഡ് വെളിയിലായിരുന്നു. ഹസ്ബൻഡ് ഇങ്ങനെ തന്നെ ജീവിച്ച് കുറെ നാളായിട്ട് തന്നെ ജീവിക്കുന്നതുകൊണ്ട് ഫോൺ ഇടയ്ക്ക് കാണുമായിരുന്നു. പിന്നെ ഫോൺ കണ്ടാലേ ഹസ്ബൻഡ് ഇറക്ഷൻ ഫേസിലോട്ട് വരികയുള്ളൂ. കല്യാണം കഴിഞ്ഞ സമയത്തും ഈ സെയിം പ്രോബ്ലമാണ് ഹസ്ബൻഡ് ഫേസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പോൺ അഡിക്ഷൻ ഇത്രയും ഭയാനകമാവുന്നതെന്ന് ചോദിച്ചാൽ, ഡോപ്പമിനിക് സർജ് ആണ് ഫോൺ കാണുമ്പോഴും നമുക്ക് സെക്സിന്റെ സമയത്തും വരുന്നത്. സെക്സിന്റെ സമയത്ത് വരുന്ന ഡോപ്പമിനിക് സർജ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അനുഭൂതി പകരുന്നതാണ്. പക്ഷേ ഫോണിന്റെ സമയത്ത് വരുന്ന ഡോപ്പമിനിക് സർജ് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്നതാണ്. അതായത് നമ്മൾ കാണുന്നു, നമുക്ക് പെട്ടെന്നൊരു ഡോപ്പമിനിക് സർജ് വരും, ബ്രെയിൻ ഇതിനോട് ട്യൂൺഡായി മാറും. അതായത് പെട്ടെന്നുണ്ടാവുന്ന ഡോപ്പമിനിക് സർജിനോടാണ് ബ്രെയിൻ ട്യൂൺഡ് ആവുന്നത്. അതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഓട്ടോമാറ്റിക് വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്ക് മാനുവൽ തന്നാൽ അവർക്ക് പെട്ടെന്ന് പാടായിരിക്കും സ്വിച്ച് ചെയ്യാൻ. അതേപോലെ പലപ്പോഴും ഈ പോൺ സ്ഥിരമായിട്ട് കണ്ട് ശരിക്കുള്ള സെക്സിലോട്ട് അവർക്ക് അവരുടെ ബ്രെയിൻ പെട്ടെന്ന് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹസ്ബൻഡിനെ കൗൺസിൽ ചെയ്യണം. സെക്സിന് ഫോർപ്ലേയിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഒരുമിച്ചുള്ള കൗൺസിലിംഗ് ആൻഡ് തെറാപ്പീസ് ആവശ്യമാണ്. ഈ പേഷ്യനെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം കൗൺസിലിംഗും തെറാപ്പികൾക്കും ശേഷമാണ് അവർക്കൊരു ചികിത്സയിലോട്ട് അവരെത്തിയത്. ഈ കേസിന് അൺകൺസ്യൂമേറ്റഡ് മാരേജ്, അതായത് ബന്ധപ്പെടാൻ കഴിയാത്തതിനാണ് നമ്മൾ അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹസ്ബൻഡിന്റെ പ്രോബ്ലമാണ്, വൈഫിന്റെ പ്രോബ്ലം അല്ല. ഹസ്ബൻഡിന് പോൺ അഡിക്ഷൻ വന്നതിന് ശേഷം ബ്രെയിനിൽ ഈ ഡോപ്പമിനിക് സർജ് ഈ സമയത്ത് ലഭിക്കുന്നുള്ളൂ. ഹസ്ബൻഡിന് റിപ്പീറ്റഡ് കൗൺസിലിംഗ് ആവശ്യമാണ്. ഇത് കഴിഞ്ഞ് ഈ പേഷ്യന്റിനെ നമ്മളിങ്ങനെ കൗൺസിൽ ചെയ്ത് അവർ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് ഹസ്ബൻഡിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയി, അതായത് ഉദ്ധാരണക്കുറവായി. ഉദ്ധാരണക്കുറവിന് എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ ഡ്രഗ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ കൗൺസിലിംഗും തെറാപ്പീസും ഈ ഡ്രഗ്സുമാണ് പേഷ്യന്റിനെ സഹായിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ്, തെറാപ്പി പ്ലസ് ഡ്രഗ്സ് പ്ലസ് എക്സസൈസസ് നമ്മളെ സഹായിക്കും. ഫോൺ അഡിക്ഷൻ മറ്റുള്ള അഡിക്ഷൻ പോലെ തന്നെ ഒരു അഡിക്ഷൻ ആണെന്നും അതിന് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബജീവിതം ഒരിക്കലും സാധ്യമാവില്ല. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സന്തോഷകരമായി പോവില്ല. ഇടയ്ക്ക് നമ്മളൊരു അനുഭൂതിക്ക് കാണുന്ന പോലല്ല, അതിനോട്ട്
അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മറ്റേതൊരു അഡിക്ഷൻ പോലെ ഇതിനും ഡി അഡിക്ഷൻ തെറാപ്പീസ് അവൈലബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് ചികിത്സിക്കുകയും വേണം. അടുത്ത ഒരു കേസ് പറയാം. ഇത് പുരുഷന്റെ സൈഡിൽ നിന്ന് പറഞ്ഞാണ്. ഇനി വേറൊരു കേസ്, രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, അവർ ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഹസ്ബൻഡിന്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററികൾ എടുത്തു. ഹസ്ബൻഡിന് കാര്യമായ കുഴപ്പങ്ങളില്ല. ഹസ്ബൻഡിനോട് നമ്മൾ സംസാരിച്ചു. ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ ഹസ്ബൻഡിന് ഉദ്ധാരണമുണ്ട്. ഹസ്ബൻഡിന് ശീഘ്രസ്ഖലനങ്ങളില്ല. ഹസ്ബൻഡ് അങ്ങനെ ഫോൺ അങ്ങനെ അധികം കാണാറില്ല. ഇവരുടെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവര് ഫോർപ്ലേയിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഏകദേശം 20-25 മിനിറ്റോളം ഫോർപ്ലേയിൽ ഇൻവോൾവ് ചെയ്തു. പെനിട്രേഷൻ സെക്സിലോട്ട് കിടക്കുമ്പോൾ വൈഫിന് അവിടെ പെയിൻ എടുത്തിട്ട് വൈഫ് കാല് പെട്ടെന്ന് മടക്കുന്നു. വൈഫിന് അവിടെ സഹിക്കാൻ പറ്റുന്നില്ല. വൈഫിന് അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള പെയിൻ വരുന്നു. പെയിൻ വന്ന് അവർ സെക്സ് വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനെ അത് കുറെ നാളുകളോളമായി അവരത് ശരിയാവും എന്ന് വിചാരിച്ചു. പക്ഷേ അത് ശരിയായില്ല. ഈ കേസിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഹസ്ബൻഡിന്റെ സകല ഫാക്ടേഴ്സും നോക്കി ഹസ്ബൻഡിന് കാര്യമായ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇല്ല, ഹസ്ബൻഡ് ഉദ്ധാരണക്കുറവില്ല. അങ്ങനെയുള്ള ഹസ്ബൻഡിന്റെ ഫാക്ടേഴ്സ് സകലത് റൂൾ ഔട്ട് ചെയ്തതിനു ശേഷം വൈഫിലോട്ട് നമ്മൾ കടന്നപ്പോൾ വൈഫിന് വജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. വജൈനിസ്മസ് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലുള്ള മസിൽസ് തന്നെ, അതായത് സെക്സിന്റെ സമയത്ത് അവർക്ക് ആ ഒരു ഏരിയയിലോട്ടുള്ള മസിൽസ് പെനിട്രേഷന്റെ സമയത്ത് അവർക്ക് ആ മസിൽസ് തന്നെ കോൺട്രാക്ട് ചെയ്തു പോകും. അവർക്ക് പെനിട്രേറ്റീവ് സെക്സിന് സാധിക്കുന്നില്ല. അങ്ങനെ വരുന്ന കേസുകളിൽ എന്താണ് റീസൺ എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. പലപ്പോഴും വജൈനിസ്മസ് ഉള്ളവർക്ക് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ അവർക്ക് സെക്സിനെ കുറിച്ചുള്ള ഭയമായിരിക്കാം, ഫോബിയാസ്. അവർക്ക് സെക്സിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഭയം, അല്ലെങ്കിൽ അവരോട് കൂട്ടുകാർ പറഞ്ഞ കഥകൾ, അല്ലെ അവരുടെ ഫാമിലിയിൽ നിന്ന് കേട്ട കഥകളൊക്കെ കേട്ട്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ കഥകളൊക്കെ കേട്ട് അവർക്കൊരു പേടി വന്നതായിരിക്കാം. ഈ കേസിൽ അത് സിഗ്നിഫിക്കന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അത് പറയുന്നത്. കാരണം ഈ കേസിൽ ഈ കുട്ടിയുടെ കസിന് സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. സെയിം ഇഷ്യൂ വന്നതിന് ശേഷം അവർക്ക് സെക്സിന് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫോബിയാസോ സ്റ്റോറീസോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതിനുശേഷം അവർക്ക് എത്രത്തോളം സെക്ഷുവൽ നോളജ് ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. അവർക്ക് സെക്സിനെ കുറിച്ച് അറിയാമോ, അവർക്ക് അവരുടെ ബോഡി ഓർഗൻസിനെ കുറിച്ച് അവർക്ക് എത്രത്തോളം അറിയാം എന്ന് നമ്മൾ പരിശോധിക്കേണ്ട അത്യാവശ്യം. അതിനുശേഷം ആണ് നമ്മൾ തെറാപ്പിയിലോട്ട് കിടക്കുന്നത്. പ്രോപ്പർ കൗൺസിലിംഗ് അവർക്കെടുത്ത് തെറാപ്പീസിലോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. വജൈനിസ്മസിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ്. അതായത് ചില പേഷ്യൻസിന് അവർ എക്സാമിനേഷനെ സമ്മതിക്കില്ല, നമ്മളെ എക്സാമിൻ ചെയ്യാനെ സമ്മതിക്കില്ല, അവർ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഓടും. അത് സിവിയർ ആണ്. കാരണം അവർക്ക് ആ ഏരിയയിലോട്ട് പോകുമ്പോഴേ അവർക്ക് പേടിയാണ്. അവർക്ക് അവരുടെ വിരൽ അനങ്ങുമ്പോഴോ കൈ അനങ്ങുമ്പോഴോ അവർക്ക് പേടിയാണ്. എക്സാമിനേഷനെ അവർ സമ്മതിക്കില്ല. ചില പേഷ്യൻസ് അവർ എക്സാമിനേഷനെ സമ്മതിക്കും. പെനിട്രേറ്റീവ്, അതായത് നമ്മൾ അടുത്തോട്ട് അടുക്കുമ്പോഴേ അവർക്ക് ആ വേദന വരികയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഏത് ഗ്രേഡ് ആണെന്നനുസരിച്ചാണ് നമ്മളിത് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇതിന് എന്താണ് ട്രീറ്റ്മെന്റ്? വജൈനിസ്മസിന്റെ ട്രീറ്റ്മെന്റ് പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് സെക്സിനെ കുറിച്ചുള്ള ഇവരുടെ അറിവ്, സെക്സിനെ കുറിച്ച് ഇവർക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. അതിനുശേഷം നമ്മൾ അവർക്ക് ഹസ്ബൻഡിനും വൈഫിനും ഒരുമിച്ചുള്ള കൗൺസിലിംഗ് കൊടുക്കുക. ഓർഗൻസിനെ കുറിച്ച്, പ്രത്യേകിച്ച് വജൈനൽ ഏരിയയിലുള്ള ഓർഗൻസിനെ കുറിച്ച്, ക്ലൈറ്റോറിസിനെ കുറിച്ച്, ലേബിയ മേജോറ, മൈനോറ, അങ്ങനെയുള്ള ഓർഗൻസിനെ കുറിച്ച് അവർക്ക് കൃത്യമായ നോളജ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് അവർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കിടപ്പുമുറിയുടെ ഫ്രണ്ടിൽ ഒരു മിറർ വെച്ച് ഇവർ ഒരുമിച്ച് നിന്ന് ഈ ബോഡിയെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയും. അവരുടെ ബോഡി എക്സ്പ്ലോർ ചെയ്ത് ആ ഓർഗൻസിനെ കുറിച്ച് കൃത്യമായിട്ട് വൈഫും ഹസ്ബൻഡും ഒരുമിച്ച് മനസ്സിലാക്കുക. അനാറ്റമി നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവരത് അതുപോലെ അവർ വീട്ടിൽ ഒരു ഫ്രണ്ടിൽ ഒരു മിററിൽ വെച്ച് അത് ചെയ്യുന്ന സഹായകരമായി നമ്മൾ കാണാറുണ്ട്. അവരോട് നമ്മൾ കോയിറ്റസിന് നിർബന്ധിക്കാൻ പറയുകയില്ല. അവരാദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കി ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലൂബ്രിക്കൻസ് ആൻഡ് ഡയലറ്റേഴ്സ്. അതായത് അവരവരുടെ ഓർഗൻസിനെ മനസ്സിലാക്കി ഇനി അവർക്ക് അതിനെ സഹായകരമായി പെനിട്രേറ്റീവ് സെക്സിന് മുന്നേ ലൂബ്രിക്കൻസും ഡയലറ്റേഴ്സും അവൈലബിൾ ആണ്. ഡയലറ്റേഴ്സ് എന്ന് പറയുന്നത് ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ സിലിക്കൺ ഡയലറ്റേഴ്സിനേക്കാൾ എപ്പോഴും നല്ലത് സോഫ്റ്റ് ഡയലറ്റേഴ്സ് ആണ്. സോഫ്റ്റ് ഡയലറ്റേഴ്സ് ആകുമ്പോൾ അവർക്ക് അത് എളുപ്പമായിരിക്കും. സോഫ്റ്റ് ഡയലറ്റേഴ്സ് പ്ലസ് ലൂബ്രിക്കൻസ് അവർ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ആദ്യം അവരുടെ ചെറിയ ഫിംഗറും ചെറിയ 2 ഫിംഗർ വെച്ചിട്ട് അവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പതുക്കെ ഡയലേറ്റേഴ്സിന്റെ സൈസ് കൂട്ടി നോക്കുക. എന്നിട്ട് അവർക്ക് കോൺഫിഡൻസ് അച്ചീവ് ചെയ്തെന്ന് തോന്നിയാൽ അവർക്ക് പെനിട്രേറ്റീവ് സെക്സിന് ട്രൈ ചെയ്യാം. ഇതൊന്നും പറ്റുന്നില്ല, ഇതിലെല്ലാം അവർക്ക് ബുദ്ധിമുട്ടാണ്, ഈ സമയത്ത് എല്ലാവർക്കും പെയിൻ ആണെങ്കിൽ പിന്നെ 2 ഓപ്ഷൻസ് ആണുള്ളത്. പേഷ്യന്റ് നമ്മൾ എക്സാമിൻ ചെയ്യാനേ സമ്മതിക്കുന്നില്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ മൈൽഡ് അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ ആ ലോക്കൽ ഏരിയ എക്സാമിൻ ചെയ്യും. ചിലപ്പോൾ അവർക്ക് ഈ ടെൻഷനും ഫോബിയാസിനേക്കാളും അവരുടെ ആ മസിൽസ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, ടൈറ്റ് ഹൈമൻ ആയിരിക്കും. അവരുടെ ആ മസിൽസ് ഭയങ്കര ടോട്ടായിരിക്കും. അങ്ങനെ ടൈറ്റ് ഹൈമൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു മൈനർ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആ ഹൈമൻ ഒന്ന് റിലാക്സ് ആവുകയും സെക്സിനെ അവർ സമ്മതിക്കുകയും ചെയ്യും. അത് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ മസിൽസ് ടോട്ട് ആണെങ്കിൽ ബൊട്ടോസ് ഇഞ്ചക്ഷൻ. നമ്മൾ ഈ ബൊട്ടോസ് ഇഞ്ചക്ഷൻ ഇപ്പം സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഡി ഏജിങ്ങിന് വേണ്ടി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, റിങ്കിൾസ് കുറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ ബൊട്ടോസ് ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ആ മസിൽസ് അവിടെ റിലാക്സ് ചെയ്യും. ആ മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ മസിൽസ് റിലാക്സേഷൻ അവർക്ക് ഒരു 6 months to 1 year ആ റിലാക്സേഷൻ കിട്ടും. അപ്പോൾ അവർ സെക്സിനെ സമ്മതിക്കും. അപ്പോൾ ഇവിടെ അൺകൺസുമേറ്റഡ് മാരേജ് ഈ 2 കേസിനും മനസ്സിലാക്കേണ്ടത് ഇതിന് 2നും പരിഹാരങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് പേഷ്യൻസ് ഇത് സംസാരിക്കാതെ 8 വർഷം 10 വർഷത്തോളം ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ മുന്നോട്ട് പോയ കേസുകൾ അറിയാം. ഇതിനെല്ലാം ട്രീറ്റ്മെന്റ്സ് ഇന്നത്തെ നൂതന ചികിത്സയിൽ അവൈലബിൾ ആണ്. അത്യാവശ്യമുള്ളവർക്ക് അത് എടുക്കുന്നത് സഹായകരമായിരിക്കും. താങ്ക് യു സോ മച്ച്.